ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ 4 മാർക്കിന് എന്തായാലും വരാൻ പോകുന്നൊരു ചോദ്യമാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചോദ്യം വരും. പ്രിപ്പയർ ഇവന്റ് ഇൻവിറ്റേഷൻ 4 ഇൻവിറ്റേഷൻ പരീക്ഷയിൽ ആക്ച്വലി വന്നൊരു ചോദ്യമാണ്. 4 മാർക്കിനായിരിക്കും ചോദ്യം വരിക. എന്താണ് ചെയ്യേണ്ടത്? വെറുതെ എന്തെങ്കിലും ഇൻവിറ്റേഷൻ ഒക്കെ എഴുതി വെച്ചിട്ട് പ്ലീസ് കം ഫോർ ദി ഇവന്റ് എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ടൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സിമ്പിൾ ഫോർമാറ്റ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരായിരിക്കും മിക്കവാറും. ആ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. നെയിം ഓഫ് ദി ഇവന്റ്, ഒരു പ്രത്യേക ഇവന്റ് ഉണ്ടാവില്ല, അതിൻ്റെ പേര് കൊടുക്കുക. ഇത്രയും കാര്യം കൊടുത്തതിൻ്റെ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പേരൻസിനോ അല്ലെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസിനോ അല്ലെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആരെയാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ ആണ് റെസ്പെക്റ്റഡ് എന്ന് കൊടുക്കുക, സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡിയർ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്താണ് ഇവന്റ് എന്ന് കൊടുക്കണം, ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള കാര്യം കൊടുക്കണം, എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൊടുക്കണം അല്ലേ. അപ്പോൾ എന്താണ് ഇവന്റ്, ടൈം കൊടുക്കണം, എവിടെയാണ് നടക്കുന്നത്, ലൊക്കേഷൻ കൊടുക്കണം, പിന്നെ ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആരാണ് ഗസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ വരികയാണ്. പിന്നെ എന്താണ് അതിൻ്റെ റെലവൻസ് എന്ന് കൊടുക്കുക. പിന്നെ അതർ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ആ ഡീറ്റെയിൽ ഇവന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഫുഡ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അവസാനം എന്ത് ചെയ്യുക, ഇൻവിറ്റേഷൻ, പ്ലേസ്, ഡേറ്റ് എന്തായാലും വേണം. സിഗ്നേച്ചർ എന്ന് നിങ്ങൾ വെറുതെ എഴുതിയാൽ മതി, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ. അപ്പോൾ ഈ പരിപാടിക്ക് ഒരു ക്ലബ്ബൊക്കെ ആയിരിക്കും നടക്കുന്നത്. ആ ക്ലബ്ബിലുള്ള ഒരാളുണ്ടാവും, അയാളുടെ പേര് വെറുതെ നെയിം എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെ XYZ എന്ന് എഴുതുക, ഡെസിഗ്നേഷൻ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഫോർമാറ്റ് ബേസിക്കലി മനസ്സിലല്ലേ. ഇതെങ്ങനെയാണ് ആക്ച്വലി എഴുതാൻ നമുക്ക് നോക്കാം. ആക്ച്വലി എക്സാമിലൊക്കെ വന്ന ചോദ്യം വെച്ചിട്ട്. ചോദ്യം ഇതാണ്: The Science Club of his school is organizing a motivational talk by Srikanth Bolla as part of the Young Innovators program. Prepare an event invitation to be sent to nearby schools. വേറെ സ്കൂളുകൾക്കാണ്. Include necessary details such as purpose of the event, blah 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 എല്ലാം നമുക്ക് എഴുതാം. അപ്പം എന്താണ് സംഭവം, മോട്ടിവേഷണൽ ടോക്കിന് ബാക്കിയുള്ള സ്കൂളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. സയൻസ് ക്ലബ്ബാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്രട്ടറി സയൻസ് ക്ലബ്ബാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ഇൻവിറ്റേഷൻ എങ്ങനെയാണ് വേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യണം കേട്ടോ. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഒരു സ്കൂളായിരിക്കുമല്ലോ, നമ്മുടെ സ്കൂളിലെ ഏതെങ്കിലും സ്കൂളിൻ്റെ പേര് എഴുതി വെക്കുക. സ്വന്തം സ്കൂളിൻ്റെ പേര് എഴുതിയാൽ പബ്ലിക് എക്സാമിന് അത് നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ HSS എന്തൊക്കെ മാൽഗുഡി എന്നൊക്കെ എഴുതിച്ചോ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് എഴുതി വെക്കുക. സയൻസ് ക്ലബ്ബ് എന്നും കൂടി എഴുതുക, കാരണം സയൻസ് ക്ലബ്ബാണല്ലോ നടത്തുന്നത്. ഇപ്പോൾ സയൻസ് ക്ലബ്ബ് ടൈറ്റിൽ എന്താണ്, ഇത് മോട്ടിവേഷണൽ ടോക്കാണ് അല്ലേ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് മോട്ടിവേഷണൽ ടോക്ക് ബൈ വേണമെങ്കിൽ ശ്രീകാന്ത് ബോല്ല എന്നും കൂടി വേണം പറയാം. നെക്സ്റ്റ് വേണ്ടത് സല്യൂട്ടേഷൻ ആണ്, റെസ്പെക്റ്റഡ്. ഇത് സ്കൂളുകൾക്കല്ല അയക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ, ആ സ്കൂളിലെ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനൊക്കെ ചേർത്തിട്ടായിരിക്കും അയക്കുക. അപ്പോൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ചിലപ്പോൾ സ്റ്റുഡൻസ് വായിക്കുന്നതിന് ഡിയർ സ്റ്റുഡൻസും കൂടി കൊടുക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് റെസ്പെക്റ്റഡ് കൊടുക്കണം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, കാര്യം പറയുക. ദ സയൻസ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ മോട്ടിവേഷണൽ ടോക്ക് ആസ് പാർട്ട് ഓഫ് യങ് ഇന്നോവേറ്റേഴ്സ്. അതൊക്കെ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഓൺ. അപ്പോൾ ഡേറ്റ് വേണം, പ്ലേസ് വേണം, സമയം വേണം. ഓക്കെ, ഇന്ന ഡേറ്റ്, ഇന്ന സമയത്ത്, ഇന്ന പ്ലേസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയുക അല്ലേ. ശ്രീകാന്ത് പൊല്ലിയാണ് പറയുക, ശ്രീകാന്ത് പൊല്ലിയുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുക, എല്ലാ കാര്യങ്ങളും 1000 കൊണ്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് വിവരിക്കുക. എന്നിട്ട് ആ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഓൾ സ്റ്റുഡൻസ് ആർ ടീച്ചേഴ്സ് ഓഫ് എ സ്കൂൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദി പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവിറ്റേഷൻ എഴുതി വെക്കല്ലേ വേണ്ടത്, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം അല്ലേ. ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് എ സ്കൂൾ, യുവർ സ്കൂൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന് പറയാം ടു അറ്റൻഡ് അവർ പ്രോഗ്രാം. യുവർ പ്രസൻസ് വിൽ മേക്ക് ദി ഇവന്റ് ഗ്രാൻഡ് സക്സസ്. എല്ലാത്തിലും അത് തന്നെ എഴുതി വെച്ചോ, എല്ലാത്തിലും അത് തന്നെ എഴുതി. പ്ലേസ്, ഡേറ്റ്, അപ്പുറത്ത് സിഗ്നേച്ചറിന് എഴുതി വെച്ചാൽ മതി. നെയിമെന്ന് XYZ എന്ന് നല്ല എഴുതുക, സ്വന്തം പേര് എഴുതി വെക്കരുത്. സെക്രട്ടറി സയൻസ് ക്ലബ്ബ് നടത്തുന്നുണ്ട്. ദിസ് ഇസ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ പരിപാടി. വെറുതെ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ ആ ഇവന്റ് ഇൻവിറ്റേഷൻ 4 മാർക്കല്ലേ, 4 മാർക്ക് അങ്ങോട്ട് കൊന്നോടും. അതല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. ഓൾമോസ്റ്റ് നോട്ടീസിൻ്റെ ഫോർമാറ്റാണ്. നോട്ടീസ് ആകുമ്പോൾ നോട്ടീസ് എന്നും കൂടി എഴുതും, അത്രേ ഉള്ളൂ. പിന്നെ ഈ അവിടെ നോട്ടീസ് ആകുമ്പോൾ എന്താണ്, വെന്യൂ, പ്ലേസ്, ഡേറ്റ്, ടൈമൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ എഴുതാണ്. കുത്തുകുത്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സെൻറ്റൻസ്, ഇവന്റ് ഇൻവിറ്റേഷൻ കുത്തുകുത്തിട്ട് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് എഴുതണ്ട, ഇങ്ങനെ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. മാത്രമല്ല അവസാനം ഇൻവൈറ്റും ചെയ്യണം. എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇവന്റ് ഇൻവിറ്റേഷൻ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് 2-3 എക്സാമ്പിളും കൂടെ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യാൻ, ആൻസർ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നോക്കി പോവുക. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ബേസിക്കലി എന്ത് വന്നാലും ഇതേ ഫോർമാറ്റ് തന്നെയാണ്. അവസാനം ഈ സാധനം തന്നെയാണ് എഴുതി വെക്കുക. പ്ലേസും ഡേറ്റും ഈ സാധനങ്ങളും മറക്കാതിരുന്നാൽ മതി. ഓക്കെ, പിന്നെ പെട്ടി നിർബന്ധമുള്ള കാര്യമല്ല, എന്നാലും പെട്ടിയിൽ എഴുതിക്കോളാം. ഓക്കെ, ഒരു പെട്ടി അവസാനം എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പെട്ടിയിൽ ഇട്ടോളാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതല്ല അതിലെ വിഷയം എന്താണ് വിഷയം, ഈ കാര്യങ്ങളാണ് വിഷയം. പിന്നെ ഈ വാട്ട് അങ്ങനൊന്നും എഴുതി കളിക്കല്ലേ, വെൻ, 10 അങ്ങനൊന്നും എഴുതി കളിക്കുക. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോർമാറ്റിൽ കൊടുത്തുള്ളൂ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഒരു ഉദ്ദേശം. അല്ലാണ്ട് അങ്ങനെ വാട്ട്, വെൻ എന്ന് കളിക്കുക അങ്ങനെ ചെയ്യരുത്. ഇവൻ ഇൻവിറ്റേഷൻ സെൻറ്റൻസിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് എളുപ്പത്തിൽ വരും. ആ ഒരു എക്സാമ്പിൾ 1-2 എക്സാമ്പിളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോട്ട്സിൽ. ഡിസ്ക്രിപ്ഷനിൽ നോട്ട്സ് കിട്ടും, അതൊന്ന് വായിച്ചു നോക്കുക, പരിപാടി തീർക്കാം.
ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സാധനം വന്നാൽ 4 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വേണം വരാൻ. ഈ ചാനലിലുള്ള ബാക്കിയുള്ള ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്, എല്ലാം കാണുക, വൃത്തിക്ക് പഠിച്ചു പോയി ഇംഗ്ലീഷൊക്കെ എളുപ്പം ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമേ. കാരണം ജസ്റ്റ് ഈ ഫോർമാറ്റ്, ഈ ബേസിക് കണ്ടന്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ല മാർക്ക്, A+ ഒക്കെ മിനിമം വാങ്ങാൻ പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾ വിചാരിച്ച് ഈസി ആയിട്ട് പറ്റും. അത് പോസിബിൾ ആണ്. നന്നായി പഠിക്കുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.